എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയൽമിയുടെ C15 എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റിയൽമി C15 നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മളതിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഒരു HD+LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. അതുപോലെ വാട്ടർ നോച്ച് ആയിട്ട് ഫ്രണ്ട് ക്യാമറ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഇനി അതിന്റെ ക്യാമറ എന്ന് പറയുന്നത് ഒരു ക്വാഡ് ക്യാം ആണ്. അതൊരു സ്ക്വയർ കട്ടിലാണ് നൽകിയിരിക്കുന്നത്. ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് LED ഫ്ലാഷ് കാണാൻ കഴിയും. കൂടാതെ ഫിംഗർ പ്രിന്റ് സെൻസറും റിയൽമി എന്ന ബാഡ്ജിങ്ങും നമുക്ക് റിയർ സൈഡിൽ കാണാൻ കഴിയും. ഈ ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 9.8 mm ആണ്. അതുപോലെ 209 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ്. C15 ഓവറോൾ ഡിസൈൻ നോക്കിയപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് C15 റിയൽമി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് തോന്നിയത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 16.5 സെന്റിമീറ്ററിന്റെ അല്ലെങ്കിൽ 6.5 ഇഞ്ചിന്റെ ഒരു HD+LCD ഡിസ്പ്ലേ ആണ് റിയൽമി C15 നൽകിയിരിക്കുന്നത്. 20:9 ആണ് ഈ സ്ക്രീനിന്റെ ആസ്പെക്ട് റേഷ്യോ. അതായത് 88.7% ആണ് ഫ്രണ്ടിലെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് നമുക്ക് പറയാൻ കഴിയും. 720x1600 പിക്സലാണ് സ്ക്രീനിന്റെ റെസൊല്യൂഷൻ. അതായത് ഒരു ഫുൾ HD ഡിസ്പ്ലേ അല്ല, ഒരു നോർമൽ HD ഡിസ്പ്ലേ ആണ് C15 റിയൽമി നൽകിയിരിക്കുന്നത്. ഇനി ക്യാമറ നോക്കുമ്പോൾ റിയർ സൈഡില് ക്വാഡ് ക്യാം ആണ് നൽകിയിരിക്കുന്നത്. അതായത് 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 13 MB ഒരു പ്രൈമറി ക്യാമറ, 2 MB ഒരു B&W ലെൻസ്, 119 ഡിഗ്രിയുടെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, അതുപോലെ 2 MB റെട്രോ ലെൻസ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഈ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1080 പിക്സലിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. സ്ലോ മോഷൻ വീഡിയോകളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ് എന്നീ മോഡുകളും നമുക്ക് ഈ റിയർ ക്യാമറയിൽ ലഭ്യമാണ്. ഫ്രണ്ടില് 8 MB ഒരു സെൽഫി ക്യാമറയും നൽകിയിരിക്കുന്നു. പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയാടെക്കിന്റെ G35 എന്ന പ്രോസസർ തന്നെയാണ് ഇവിടെ റിയൽമി C15 നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത ഷവോമിയുടെ Redmi 9 നമ്മൾ കണ്ട അതേ പ്രോസസർ തന്നെയാണ് ഇവിടെ C15 നമ്മൾക്ക് ലഭിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോശമല്ലാത്ത ഒരു പെർഫോമൻസ് നൽകാൻ കഴിയുന്ന ഒരു പ്രോസസറാണ് G35. LPDDR4X റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3GB 4GB എന്നീ 2 വേരിയന്റുകളിൽ നമുക്ക് റാം ലഭ്യമാണ്. ഇന്റേണൽ സ്റ്റോറേജിന്റെ അല്ലെങ്കിൽ റോമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും നമുക്ക് 32GB 64GB എന്നീ 2 വേരിയന്റുകൾ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയ റിയൽമി UI ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 6000 mAh ആണ് ബാറ്ററി. ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 18 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു സംഗതിയായി തന്നെ തോന്നി. ഇനി മറ്റ് ചില കാര്യങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2+1 സിം കാർഡ് ട്രേ ആണ് ലഭിക്കുന്നത്. അതായത് 2 സിമ്മും ഒരു മൈക്രോ USB നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ 18 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ടെങ്കിലും C ടൈപ്പ് കേബിൾ അല്ല നൽകിയിരിക്കുന്നത്, മൈക്രോ USB കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ഇനി 2 കളറുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്, പവർ സിൽവർ, പവർ ബ്ലൂ. C15 പ്രൈസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 3GB 32GB വേരിയന്റിന് 9999 രൂപയും 4GB 64GB വേരിയന്റിന് 10999 രൂപയുമാണ് പ്രൈസിംഗ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.